സോ ഇന്നത്തെ വീഡിയോ ഇസ് ഓൾ അബൌട്ട് റൈഫിൾ ക്ലബ്. എനിക്ക് റൈഫിൾ ക്ലബ്ബ് കണ്ടിട്ട് എന്താണ് തോന്നിയത്, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ദഹിക്കണം എന്നില്ല. സോ ഹേ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഈ വീഡിയോ കാണുന്ന ഒരു 1-2 പേർക്കെങ്കിലും അറിയായിരിക്കും, എനിക്ക് ഓൾറെഡി ഒരു വ്ളോഗിങ് ചാനലുണ്ട്. സോ അപ്പാർട്ട് ഫ്രം വ്ളോഗിങ് എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്. ലൈക്ക് ഈ റിവ്യൂസ് പറയുക, എനിക്ക് സിനിമ ന്യൂസ് ഒക്കെ പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ കുറേ സ്പോർട്സ് കാണും, അപ്പം എനിക്ക് അതിനെപ്പറ്റി പറയാനും പിന്നെ കുറച്ച് അൺബോക്സിങ് പരിപാടികൾ ചെയ്യാൻ വേണ്ടി കുറച്ച് ആഗ്രഹങ്ങളുണ്ടാകും. അപ്പോൾ അതിനു വേണ്ടി തുടങ്ങിയ ഒരു ചാനലാണ് ടോണി റിയാക്സ്. സോ ഇന്നത്തെ വീഡിയോ ഇസ് ഓൾ അബൌട്ട് റൈഫിൾ ക്ലബ്. എനിക്ക് റൈഫിൾ ക്ലബ്ബ് കണ്ടിട്ട് എന്താണ് തോന്നിയത്, അതിനൊരു ഹോണസ്റ്റ് റിവ്യൂ, ദാറ്റ്സ് ഓൾ. സോ കമ്മിങ് ടു ദ മൂവി, പടം അടിപൊളി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ആ ഡയറക്ഷനും ആ സ്ക്രീൻ പ്ലേ ഒക്കെ ചെയ്തു വെച്ചേക്കുന്നതും പിന്നെ സിനിമാറ്റോഗ്രാഫി, ഡയറക്ഷൻ ആൻഡ് കോ പ്രൊഡ്യൂസർ ആഷിഖ് കപൂറാണ്. ആഷിഖ് കപൂർ ചെയ്യുന്ന പടത്തിൻ്റെ ഒക്കെ ക്വാളിറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ. ആൻഡ് പെർഫോമൻസിൻ്റെ കാര്യം പറയാനുള്ള പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിട്ട് എല്ലാവരും ചെയ്തത് ഭയങ്കര നാച്ചുറലാണ്. കാര്യം പടം ഒരു ഹണ്ടിങ് ബേസ്ഡ് സ്റ്റോറിയാണ്. ലൈക്ക് മൊത്തം ഹണ്ടിങ് അല്ല, ഒരു ഹണ്ടിങ് ഫാമിലി, അവരുടെ കാര്യങ്ങളും അതൊക്കെയാണ് പരിപാടി. പിന്നെ കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്, ഞാൻ കഥ പറയുന്നില്ല. അതൊക്കെ ഭയങ്കര നാച്ചുറൽ ആയിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. കാര്യം ഈ ഹണ്ടിങ് പഠിക്കാനും കാണാനൊക്കെ ആയിട്ട് ഒരാൾ വരുന്നു, അതേപോലെ തന്നെ നമ്മളെയും പടത്തിൽ കൊണ്ടുപോകുന്നത്. അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, അവർക്ക് മനസ്സിലാവും, അതേപോലെ നമുക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ആൻഡ് പെർഫോമൻസസ് എല്ലാവരും, ഇപ്പം ദിലീഷ് പോത്തനായാലും പിന്നെ നമ്മുടെ RDXലെ വില്ലൻ മറ്റേ വിഷ്ണു അഗസ്ത്യ, പിന്നെ വിജയരാഘവനൊക്കെ, പുള്ളിക്കൊക്കെ ഡയലോഗ് പറയാം, പുള്ളിക്കൊക്കെ ഒരു നോട്ടവും പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡും ഒരു കൾട്ട് ക്യാരക്ടർ പുള്ളിക്ക് കൊടുത്തേക്കുന്നത്. പുള്ളി അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വാണി വിശ്വനാഥ്, പുള്ളിക്കാരിയൊക്കെ ഒരു കംബാക്ക് എന്നുള്ള രീതിയിൽ പറയുവാണെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കംബാക്ക് എന്ന് തോന്നുന്നില്ല, കാര്യം അത്രയ്ക്ക് നാച്ചുറലായിട്ട് ചെയ്തേക്കുന്നത്. റീസെന്റ് പുള്ളിക്കാരി ഏതോ പടം ചെയ്തു, പക്ഷെ അത് വർക്കായില്ല, ഞാൻ കണ്ടില്ല പടം. പിന്നെ കുറെ പേരുണ്ട്, സുരേഷ് കൃഷ്ണ, പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ അനുരാഗ് കശ്യപ്, ഹനുമാൻ കൈൻ, പരിമാൾ ഷേസ് ഒക്കെ ഒരു ചെറിയ റോളാണ് ചെയ്തത്, പക്ഷെ ചെയ്തു നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് പുള്ളി. പിന്നെ ഹനുമാൻ കൈൻ, പുള്ളിയുടെ ഒരു ഇൻട്രോ ഉണ്ട്, നമ്മുടെ കില്ലർ ഓൺ ദ ലൂസ് എന്ന പാട്ട് ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ട് പുള്ളി വരുന്നൊരു സീനുണ്ട് മോനെ. പക്ഷെ ആ സീനെ പറ്റി പറയുമ്പോൾ വേറൊരു കാര്യം പറയണം, ഞാൻ കഥ പറയുന്നില്ല, ബട്ട് സ്റ്റിൽ അത് അടിപൊളി. നിങ്ങൾ ഈ പടം കാണുവാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഹനുമാൻ കൈൻറ്റ് ഏതോ ഒരു വീട്ടിലേക്ക് കയറി പോകുന്നു, പടം കണ്ടവർക്ക് അത് മനസ്സിലാവും. പുള്ളി ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും അവിടുത്തെ ആൾക്കാരുടെ ഒരു എക്സ്പ്രഷൻ ഉണ്ട് മോനെ, അത് സീനാണ്. അതെന്ന് വെച്ചാൽ അവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, അവരെന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊരു കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഹനുമാൻ കൈൻറ്റ് ഒരു എൻട്രൻസ്, വാവ്, ആ സമയത്ത് ഒരു ഇന്റൻസ് പ്രഷർ ഉണ്ട്, അടിപൊളി സീൻ. അത് മേക്ക് ചെയ്തിരിക്കുന്ന രീതിയും അവരുടെ ആക്ടിങ്ങും എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്തൊക്കെ മെയിൻ എന്ന് പറയാൻ വാണി വിശ്വനാഥിനൊക്കെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, ടോപ്പ് നോച്ച്. പിന്നെ അങ്ങനെ എല്ലാവരും ഇപ്പം അനുരാഗ് കശ്യപിനെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളി ഓൾറെഡി ഒരു മാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള പുള്ളിയായിട്ടാണ്. പുള്ളി ഓൾറെഡി ഹിന്ദിക്കാരനാണ്, അപ്പൊ പുള്ളിക്ക് അത്ര മലയാളം അറിയില്ല. അതിന് പറ്റിയ ഒരു ക്യാരക്ടർ പുള്ളിക്ക് കൊടുത്തേക്കുന്നത്. അധികം മലയാളം പറയണ്ട, ബട്ട് സ്റ്റിൽ പുള്ളിക്ക് കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് പേര് വിളിക്കുക, അങ്ങനത്തെ ചെറിയ പരിപാടികൾ, പക്ഷെ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ദഹിക്കണം എന്നില്ല, ബട്ട് എനിക്ക് തോന്നിയൊരു കാര്യം അത് ഞാൻ പറയാം. സോ ലാസ്റ്റത്തെ സീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇന്റൻസ് സീനാണ്. ലൈക്ക് ഭയങ്കര ഒരു പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ കൂടെ പോവാം. കാര്യം ഓൾറെഡി റൈഫിൾ ക്ലബ്ബ് എന്നാ പടം, സോ വെടിവെപ്പാണ്, ഫുള്ള് വെടിവെപ്പാണ്. പക്ഷെ ഒരു ഇമോഷണൽ കണക്ഷൻ വരുന്നില്ല പടത്തിൽ. ഹീറോസ് ഉണ്ട്, വില്ലൻസ് ഉണ്ട്, അതാണ് ഓൾറെഡി ഉള്ളൊരു പടം. ഫുള്ള് വെടിവെപ്പാകുമ്പോൾ വില്ലനാകുമ്പോൾ ഹീറോസ് ആണല്ലോ. പക്ഷെ ഹീറോസ് എന്നൊന്നും ആരും എടുത്തു പറയാനില്ല, ബട്ട് സ്റ്റിൽ അവർക്കൊന്നും പറ്റുന്നില്ല. അനുരാഗ് കശ്യപിന്റെ അവരെല്ലാവരും വെടിവെക്കുന്നു, ഇവരും വെടിവെക്കുന്നു, ബട്ട് ഇവർക്കൊന്നും പറ്റുന്നില്ല, ഒന്നും പറ്റില്ല. ലിറ്ററലി ഇവർക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ കിട്ടും. എന്നാലും നമുക്ക് വില്ലനെ കൊല്ലണം, അവനെ കൊല്ല, ആ ഒരു തരിപ്പ് വരണമെങ്കിൽ ഒരു ഇമോഷണൽ കണക്ഷൻ വരണം. അതെനിക്ക് പടത്തിൽ തോന്നിയില്ല. കാര്യം ഇവർക്ക് ആർക്കും ഒന്നും പറ്റില്ല, ഇവർ വെടിവെക്കുന്നു, അവർക്കെല്ലാം ഇവരെല്ലാം അടിപൊളി ഹണ്ടേഴ്സ് ആണ്, ഓക്കെ, സമ്മതിച്ചു. ബട്ട് സ്റ്റിൽ ഇവർക്ക് കൊള്ളാൻ പാടില്ലെന്നില്ലല്ലോ. ഇവർ കൊള്ളുന്നത് വെക്കാം, ഓക്കെ, കറക്റ്റ്. ബട്ട് സ്റ്റിൽ ആകെ ഒരാൾക്കൊരു വെടി കൊള്ളുന്നുണ്ട്, ആരാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതൊക്കെ പിന്നെ കാണിക്കുന്നോടില്ല. ആർക്കും ഒന്നും പറ്റുന്നില്ല, ലിറ്ററലി ആർക്കും ഒന്നും പറ്റുന്നില്ല. അതെനിക്ക് എന്തോ ഒരു വർക്കൗട്ടാണ്. ബട്ട് സ്റ്റിൽ പടം അടിപൊളിയാണ്. പടത്തിന് ഞാൻ ഓൾറെഡി 7.5 റേറ്റിംഗ് കൊടുക്കും 10ൽ. ആൻഡ് 7.5 എന്നത് നല്ല റേറ്റിംഗ് ആണ്. അത് 8.5 ആക്കായിരുന്നു, ആ ഒരു ഇമോഷണൽ ടച്ച് ഉണ്ടായിരുന്നെങ്കിൽ. അതില്ലാത്തതിന്റെ ഒരു കുഴപ്പം. പക്ഷെ എന്ന് വെച്ചാൽ പടം കൊള്ളത്തില്ല എന്നല്ല, പടം ഓൾറെഡി അടിപൊളിയാണ്. 7.5 എന്ന് തന്നെ അത് തന്നെ ഒരു ബെഞ്ച് മാർക്ക് പോയിന്റ് ആണ്. ബട്ട് അത് ഇനിയും അടിപൊളിയാക്കാൻ ആ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടായിരുന്നു. കാര്യം ആ ലാസ്റ്റത്തെ അനുരാഗ് കശ്യപിന്റെ ഞാൻ പറയുന്നില്ല, ബട്ട് സ്റ്റിൽ ആ ഒരു സീൻ നടക്കുന്നതിന്, അത് നടക്കാനൊരു കാരണം വേണം.
ജസ്റ്റ് എന്നാ വീട്ടിൽ ഇൻട്രോഡ് ചെയ്ത് വരുന്നു, അതൊന്നും ഒരു കാരണമല്ല. ആ ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടില്ല. എനിക്ക് അത് മാത്രമേ ഉള്ളൂ പടത്തിൽ തോന്നി. അത് എനിക്ക് മാത്രമേ തോന്നിയിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഞാൻ ബാക്കി റിവ്യൂസ് ഒക്കെ നോക്കിയപ്പോൾ ആരും അങ്ങനെയൊന്നും പറഞ്ഞു കേട്ടില്ല. ഞാൻ ബീങ് ഹോണസ്റ്റ് അത്ര, ഞാൻ ജസ്റ്റ് എനിക്ക് തോന്നിയൊരു കാര്യം പറഞ്ഞത്രേ ഉള്ളൂ. പിന്നെ പടത്തിനെ പറ്റി മെയിൻ ആയിട്ട് പറയേണ്ട ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. വാവ്, റെക്സ് വിജയൻ പുള്ളി അടിച്ച് കാലൊക്കെ ചെയ്തിട്ടുണ്ട്. അടിപൊളി. പുള്ളി ഭയങ്കര അണ്ടർ റേറ്റഡ് എന്ന് പറയാൻ പറ്റില്ല. പുള്ളി കുറെ പടത്തിൽ ചെയ്തിട്ടുണ്ട്, പുള്ളിക്ക് നല്ല വർക്ക് കുറെ കിട്ടിയിട്ടുണ്ട്. ബട്ട് റീസെന്റ് പുള്ളിനെ അധികം യൂസ് ചെയ്യുന്നില്ല ആരും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പുള്ളി കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി അടിപൊളി സാധനം ഇറക്കും. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഈ പടം. നല്ല അടിപൊളി വർക്ക് ചെയ്തിരുന്നത്. ലാസ്റ്റത്തെ ആ സീനൊക്കെ ആണെങ്കിലും ഇടയ്ക്കത്തെ കുറെ സീനിലൊക്കെ ആണെങ്കിലും ചില സാധനങ്ങളുണ്ട് കേട്ടോ ഞെട്ടും. ആ ഒരു സീനിനെ എലിവേറ്റ് ചെയ്യുന്നത് ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. അതൊക്കെ നല്ല അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. സോ പുള്ളി ഭയങ്കര അണ്ടർ റേറ്റഡ് ആണ്. എല്ലാം കൊണ്ടും പടം ക്വാളിറ്റി വൈസ് ആണെങ്കിലും അടിപൊളി. ആഷിഖ് കപൂർ സിനിമാറ്റോഗ്രാഫി ചെയ്തേക്കുന്നത് പുള്ളി ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ പടങ്ങളിലൊക്കെ. പുള്ളി അടിപൊളിയായിട്ട് അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഡയറക്ഷൻ ആയാലും അടിപൊളി. ആ ഒരു അറ്റ്മോസ്ഫിയറും ആ സ്ഥലവും ഇതിനെ പറ്റിയ സ്ഥലം. ആൻഡ് ഇതിനെപ്പറ്റി നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ട് കാര്യം കുറേ തോക്കിന്റെ ഒക്കെ ഡീറ്റെയിൽസ്, ഫുൾ ഹണ്ടിങ്ങിന്റെ ഫുൾ ഡീറ്റെയിൽസ് എല്ലാം നല്ല അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്കത് മനസ്സിലാവും. നമുക്ക് പറഞ്ഞു തരുന്ന പോലെ പടം നറേറ്റ് ചെയ്യുന്നത് അതൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് റൈഫിൾ ക്ലബ്. സോ അടുത്ത് ഞാൻ ചെയ്യാനിരിക്കുന്നത് മാർക്കോയുടെ റിവ്യൂ ആണ്. ഞാൻ മാർക്കോ കണ്ടിട്ട് കുറച്ച് നാളെ, റൈഫിൾ ക്ലബിന് മുമ്പ് കണ്ടതാണ്. ആൻഡ് അന്ന് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല. സോ അടുത്തത് മാർക്കോയുടെ റിവ്യൂ ആയിരിക്കും. സോ നിങ്ങൾക്ക് എന്താ തോന്നിയുള്ളത് നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഇടുക. സോ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാൻ. ബൈ.